മഗ്ഫിറത്ത് ലഭിക്കാൻ വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്ത് എന്ന് പറയുന്നത് പാരാവാരം പോലെ വിശാലമായി കിടക്കുന്ന ഒന്നാണ് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്. ആ മഗ്ഫിറത്ത് ഒരു മനുഷ്യന് ലഭിക്കാൻ ഒരു മനുഷ്യൻ മുത്തഖിയായി തീരണം എന്നുള്ളതാണ്. സ്വർഗത്തെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങളിൽ ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കണം എങ്കിലും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് ലഭിക്കണമെങ്കിലും നമ്മൾ മുത്തഖിയായിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മുത്തഖിയാവുക എന്ന് പറഞ്ഞാൽ സ്വാലിഹ് ആവുക എന്നാണ് അതിൻ്റെ അർത്ഥം. സ്വാലിഹീങ്ങളാവുക. അല്ലാഹുമ്മ ജഅൽനാ മിനസ് സ്വാലിഹീൻ, നമ്മൾ ദുആ ചെയ്യുന്ന പ്രാർത്ഥനയാണ്, അള്ളാഹുവെ ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പം മുത്തഖിയാവുക എന്ന് പറഞ്ഞാൽ സ്വാലിഹ് ആവുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. എന്താണ് സ്വാലിഹാവുക എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ എപ്പോഴാണ് സ്വാലിഹാകുന്നത്? രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യൻ ശ്രദ്ധിക്കുമ്പോഴാണ് ആ മനുഷ്യൻ സ്വാലിഹായി തീരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരാണ് മുത്തഖി, ആരാണ് സ്വാലിഹ് എന്നൊക്കെ ചോദിക്കുമ്പോൾ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി ഒന്നാമത്തെ ഇത്തഖുല്ലാഹ്, അള്ളാഹുവിന് തഖ്വ ചെയ്യുന്ന മനുഷ്യൻ എന്നുള്ളതാണ്. അള്ളാഹുവിന് തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അങ്ങനത്തെ ഒരു ജീവിതം. അതാണ് തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ആകുമ്പോൾ പിന്നെ കൂടുതൽ വഅള് പറയേണ്ടി വരില്ല. നിസ്കരിക്കണം, നോമ്പനുഷ്ഠിക്കണം, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം, അങ്ങനത്തെ വഅള് പറയേണ്ട ആവശ്യം വരില്ല. അതിലെല്ലാം പെട്ടു. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളേത്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളേത് എന്നറിയാത്തവരല്ല നമ്മളാരും. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അത് ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്കാണ് അയാളൊരു സ്വാലിഹാണ്, അയാളൊരു നല്ല മനുഷ്യരാണെന്ന് പറയാം. എന്നാൽ ഇനി ഒരു മനുഷ്യൻ നന്നായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു, പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുന്നു, രാത്രി തറാവീഹ്, അതിനുശേഷം പിന്നെ ഖിയാമുൽ ലൈൽ, അതിനുശേഷം തഹജ്ജുദ്, അത് 10ഉം 12ഉം റക്അത്ത് ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നു, അങ്ങനെയൊക്കെ നന്നായി സ്വതക്ക കൊടുക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ചെയ്യാൻ പറ്റുന്ന എല്ലാ സാന്ത്വന പ്രവർത്തനങ്ങളിലും അയാൾ ഇടപെടുന്നു. അതുകൊണ്ട് ആ മനുഷ്യൻ മുത്തഖിയാണ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. അവിടെയാണ് നമ്മുടെ പോയിന്റ്. അതുകൊണ്ട് ആ മനുഷ്യൻ മുത്തഖിയാണ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. ഞാനിത് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വെച്ച് നോക്കേണ്ട കാര്യങ്ങളായി പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യുന്നുണ്ടാകും. നമ്മൾ കൃത്യമായി നിസ്കരിക്കും, നോമ്പനുഷ്ഠിക്കും, നല്ല നല്ല കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലും. അതുകൊണ്ട് നമ്മൾ മുത്തഖിയാണ്, നമ്മൾ സ്വാലിഹാണ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. രണ്ടാമത്തെ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ സ്വാലിഹ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരോട് കരുണയുള്ള ആളായിരിക്കണം. വ്യത്യസ്തങ്ങളായ റിവായത്തുകളിൽ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ വന്നിട്ടുണ്ട്. എങ്ങനെ ആയാലും സഹജീവികളോട് കരുണയുള്ളൊരു മനുഷ്യൻ, സഹജീവികളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ സഹജീവികളെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് മുത്തഖി എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാ വക്തിനും പള്ളിയിലേക്ക് വരുന്നു, നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലുണ്ട്. വീട്ടിൽ ചെന്നാൽ സ്വന്തം ഭാര്യയോട് അഭിപ്രായങ്ങൾ ചോദിച്ചാൽ സ്വന്തം ഭാര്യയെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അയാൾ സ്വാലിഹാണ് എന്ന് പറയാൻ കഴിയൂല. സ്വന്തം മക്കൾക്ക് ഉപ്പയെക്കുറിച്ച് നല്ല വ്യക്തമായിട്ടുള്ള ഒരഭിപ്രായം ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ സ്വാലിഹാണ് എന്ന് പറയാൻ കഴിയൂല. അപ്പം എന്താണ് ഈ മനുഷ്യരോട് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുക എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുക എന്നത്, ആ മനുഷ്യരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചെയ്യുന്ന അമലുകൾ നല്ലത് പറയാനോ നല്ലത് പറയിപ്പിക്കാനോ വേണ്ടിയല്ല, പക്ഷേ നമ്മൾ അവരോടുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകളിലൂടെ നമ്മളോട് കരുണയുള്ളവരായി തീരുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് അവരോട് കരുണയുള്ളവരായി തീരുക. ഈ രണ്ട് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിച്ചാൽ ആ മനുഷ്യനെ സ്വാലിഹ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നിസ്കരിക്കുക, നോമ്പനുഷ്ഠിക്കുക, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടെ
കരുണയോടുകൂടെ മമതയോടുകൂടെ പെരുമാറുക എന്നുള്ളത്. അള്ളാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇവിടെയാണ് പലപ്പോഴും നമ്മൾ സ്വാലിഹീങ്ങളാവുക എന്നതിൽ നിന്ന് നമ്മൾ വഴുതി പോകുന്നത്. നമ്മളെക്കുറിച്ച് നമ്മളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഒരു 100 200 അല്ലെങ്കിൽ 10 15 പണിക്കാരുള്ള ഒരാൾ, അയാളെക്കുറിച്ച് എന്താണോ അയാളുടെ ജോലിക്കാരുടെ അഭിപ്രായം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കരുണയുടെ ഭാഗമായിട്ടാണ് ഇസ്ലാമിൻ്റെ എല്ലാ വിഷയങ്ങളും ഉള്ളത്. എന്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ഗൈബത്തും നമീമത്തും ഹറാമാക്കിയത്? നിങ്ങൾ ഒരാളുടെ കുറ്റം പറയരുത്, നിങ്ങൾ ഒരാളെ പരിഹസിക്കരുത്, പൊതുമധ്യത്തിലിട്ടുകൊണ്ട് നിങ്ങൾ ഒരാളുടെ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യരുത് എന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് എന്തുകൊണ്ടാണ്? അത് ആ മനുഷ്യന് വിഷമം ഉണ്ടാക്കും എന്നതുകൊണ്ടാണ്. അല്ലാതെ നമ്മളത് പറയുന്നത് കൊണ്ട് എന്താ പ്രശ്നം? ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ പറയാം, എന്താ കുഴപ്പം? പക്ഷെ അതിൻ്റെ അപ്പുറത്ത് അതാ മനുഷ്യന് വിഷമം ഉണ്ടാക്കും. അപ്പോൾ ഒരു മനുഷ്യന് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യുക എന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അഫ്ളലുൽ അഅ്മാലി ബഅദൽ ഫറായിലി, ഫർളായ കാര്യങ്ങൾ, ഫർളായ നിസ്കാരങ്ങൾ, അതിനൊക്കെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ളത് അഫ്ളലുൽ അഅ്മാൽ അതേതാണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി എന്താ? ഉംറക്ക് പോകണം എന്നുള്ളതല്ല, സിയാറത്തുകൾക്ക് ധാരാളം പോകണം എന്നുള്ളതല്ല, പള്ളിയെ സഹായിക്കണം, പള്ളി വൃത്തിയാക്കണം എന്നുള്ളതൊന്നുമല്ല. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി? ഇദ്ഖാലുസ് സുറൂരി അലാ ഖൽബിൽ മുഅ്മിൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ രീതി എന്ന് പറയുന്നത് സഹജീവികളോടുള്ള സ്നേഹമാണ്, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഗൈബത്ത് എന്താക്കിയത്? ഹറാമാക്കിയത്. പലിശ ഹറാമാക്കിയത് എന്തുകൊണ്ടാണ്? പലിശ എന്ന് പറയുന്നത് മറ്റൊരാളുടെ കണ്ണുനീരാണ്. അതുകൊണ്ടാണ് പലിശ ഹറാമാക്കുന്നത്. കള്ള് ഹറാമാക്കുന്നത് എന്തുകൊണ്ടാണ്? അത് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ടാണ്. അപ്പോൾ സ്വാലിഹാവുക എന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന് തഖ്വ ചെയ്യുക. അതുപോലെ തന്നെ സൃഷ്ടികളായ മറ്റ് ആളുകളോട് സ്നേഹത്തോടുകൂടി പെരുമാറുക, അവരോട് അലിവോടുകൂടി പെരുമാറുക എന്നുള്ളത്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.